ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടു വീഡിയോ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ബൈ. വാട്ട് ബ്രൂ ഈസ് വെരി റോങ് ബ്രൂ. ഈ ഒരു ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം തളപതി വിജയ് തൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞ ആ ഒരു ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നത്. റീൽസിലൊക്കെ നിരവധി റീൽസൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. വാട്ട് ബ്രൂ ഈസ് വെരി റോങ് ബ്രൂ എന്നത്. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിയിൽ, അല്ലെങ്കിൽ തൻ്റെ പാർട്ടിയുടെ ഒരു പരിപാടിയുടെ ഇടയിൽ അദ്ദേഹം നടത്തിയ സ്പീച്ചിനിടയിലാണ് അദ്ദേഹം ഈ വാട്ട് ബ്രൂ ഈസ് വെരി റോങ് ബ്രൂ എന്ന ഡയലോഗ് പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഒറിജിനൽ ഡയലോഗ് എന്ന് പറയുന്നത് ഇത് സീമാൻ്റെയാണ്. അതായത് നാം തമിഴർ കക്ഷിയുടെ നേതാവ് സീമാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയലോഗ് പറയും. അതായത് അദ്ദേഹം ഈ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ വിജയെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. അനുദിനം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു തക്ക മറുപടിയായിട്ടാണ് വിജയ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കളയിക്കൊണ്ടാണ് വിജയ് ഇങ്ങനെ പറഞ്ഞത് വാട്ട് ബ്രൂ ഈസ് വെരി റോങ് ബ്രൂ എന്നത്. സീമാനെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിനെയും, അതായത് DMKയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ BJPയെയും അദ്ദേഹം വിമർശിച്ചു. രണ്ട് പാർട്ടികളും ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും രണ്ട് പാർട്ടികളും കൂടി ജനങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തമാശ രൂപേണ രണ്ട് പാർട്ടികളെയും കളിയാക്കി, അല്ലെങ്കിൽ രണ്ട് പാർട്ടികളെ രൂക്ഷമായി വിമർശിച്ചെന്ന് പറയാം. അതോടൊപ്പം ഒരു പാർട്ടിയെ ഫാസിസം എന്നും ഒരു പാർട്ടിയെ പായസം എന്നും പിടിച്ചുകൊണ്ടതാണ് അദ്ദേഹം കളിയാക്കിയത്. ഏതായാലും തമിഴക രാഷ്ട്രീയം ചൂട് പിടിക്കുകയാണെന്ന് പറയാം. 2026 ആണ് വിജയുടെ ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. വിജയുടെ പാർട്ടിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2026 ഇലക്ഷനാണ്. അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1ാം വാർഷികാഘോഷം, അതായത് പാർട്ടി 2ാം വർഷത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആ ഒരു ആഘോഷമായിരുന്നു, TVKയുടെ ആഘോഷമായിരുന്നു ചെന്നൈയിൽ നടന്നത്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിനിടയിലാണ് വിജയ് പ്രസംഗിച്ചതും അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്പീച്ചും കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് പാർട്ടി സ്ഥാപിച്ചത്. ഒരു വർഷം കൊണ്ട് തന്നെ ഒരു സംസാര വിഷയമായിരിക്കുന്നു തമിഴ്നാട് പൊളിറ്റിക്സിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് TVK എന്ന പാർട്ടി. കാരണം ദിനംപ്രതി മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നു, ദിനംപ്രതി ചർച്ചകൾ വരുന്നു, അല്ലെങ്കിൽ ഡിബേറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ പാർട്ടിയെക്കുറിച്ച് ദിനംപ്രതി വരുന്നുണ്ട്. അതോടൊപ്പം വിജയ് എന്നൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ആ ഒരു ഫെയിമും കൂടെ ആകുമ്പോഴേക്കും പെട്ടെന്ന് മീഡിയാസ് എല്ലാം കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ TVK എന്ന പാർട്ടി നല്ലൊരു വളർച്ചയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. DMKയ്ക്ക് ആയിക്കോട്ടെ ADMKയ്ക്ക് ആയിക്കോട്ടെ തക്ക രീതിയിലുള്ള ഭീഷണി, BJP അണ്ണാമലയുടെ BJPക്ക് ആയിക്കോട്ടെ തക്ക രീതിയിലുള്ള ഭീഷണി ആയിക്കൊണ്ട് അവിടെ പാർട്ടി ഉയർന്നു വരികയാണ്. അടുത്തിനം ജനപിന്തുണയും അവിടെ കൂടി വരുന്നുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് സർവേയിലൊക്കെ, ലയോള കോളേജിൻ്റെ സർവേയിലൊക്കെ TVKയ്ക്ക് നല്ലൊരു പിന്തുണ ലഭിച്ചിരുന്നു. ഏതായാലും നല്ല രീതിയിൽ ഒരു വളർച്ചയാണ് ഇപ്പോൾ, പെട്ടെന്നൊരു ഇതാണ് നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ പാർട്ടി ഇത്രയൊക്കെ സംസാര ആയതും വലിയ കാര്യമാണെന്ന് പറയാം. അതോടൊപ്പം വിജയുടെ ഒരു ട്രാൻസ്ഫോർമേഷനും എടുത്തു പറയേണ്ടതാണ്. കാരണം വളരെ സൈലൻ്റായ മനുഷ്യനിൽ നിന്നും ഈ രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ മറ്റ് കക്ഷികളെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള, മറ്റ് പാർട്ടികളെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ ഇൻസ്പയർ ചെയ്യുന്നതാണ്, ഞെട്ടിക്കുന്നതാണെന്ന് പറയാം. കാരണം ഒരു വളരെ സൈലൻ്റായ ഒരു മനുഷ്യൻ ഈ രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷനും വളരെ പോസിറ്റീവാണെന്ന് പറയാം. ഏതായാലും 2026 ഇലക്ഷനാണ് ഈ വിജയുടെ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത്. കപ്പ് മുഖ്യം ബിഗില എന്ന് അദ്ദേഹം പണ്ടൊരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിരുന്നു. ബിഗിൽ ഓഡിയോ ലോഞ്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗിലാണോ ലിയോയാണോ അതിലാണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏതായാലും 2026 കപ്പടിക്കാനാണ് വിജയും പാർട്ടിയും അതിന് നോക്കുന്നതും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതോടൊപ്പം മറ്റൊരു മാനാട് കൂടി അദ്ദേഹം നടത്തുമെന്ന് അദ്ദേഹം ഇന്ന് പറഞ്ഞു. അതായത് ബൂത്ത് തലത്തിൽ വരെ, ഏറ്റവും ചെറിയ താഴെത്തട്ടിൽ വരെ ചെന്ന വലിയൊരു മാനാട് ഉടൻ തന്നെ പാർട്ടി നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫസ്റ്റ് മാനാട് തന്നെ വലിയ ക്രൗഡായിരുന്നു, വലിയ ചർച്ചാ വിഷയമായിരുന്നു. 3 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഒരു മാനാട് ഉടൻ തന്നെ പാർട്ടി നടത്തുമെന്നും മാനാടൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും TVKയുടെ ശക്തി മനസ്സിലാകുമെന്നുമാണ് വിജയ് പറഞ്ഞത്. ഏതായാലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് വിജയണ്ണൻ പറഞ്ഞ ആ ഒരു ഡയലോഗ്, ബാഡ് ബ്രൂ ഈസ് വെരി റോങ് ബ്രൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.